ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഞാൻ വെറുതെ വീട്ടിലിരിക്കണം. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്നു. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബോറടിച്ചിരുന്നപ്പോൾ ആമസോണിൽ വെറുതെ ഒന്ന് കറങ്ങിയപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയാണ്, സ്മാർട്ട് വാച്ച്. കാരണം ഞാൻ സ്മാർട്ട് വാച്ച് വാങ്ങാൻ കുറെ കാലമായി ആഗ്രഹിക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് എനിക്ക് വാങ്ങാൻ ഇഷ്ടമായി. അപ്പോൾ ഞാനത് വാങ്ങുകയൊക്കെ ചെയ്തു. ഇപ്പം എന്താണ് അതിലുള്ള 3 സാധനങ്ങളുണ്ടാവും. 3 സാധനങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആ 3 സാധനങ്ങൾ ഏതെങ്കിലും മിക്സാണോ എന്താണോ ഒന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ 3 സാധനങ്ങളൊന്നും നോക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ചാർജിങ് ബോർഡാണ്. ചാർജിങ് ബോർഡിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയാം. അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് ബാറ്ററി ചെറുതാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യമൊക്കെ ചെയ്യാൻ. അപ്പം ഇത് എന്താണ് വാച്ചാണ്. നമ്മൾ വാച്ചിന് അതേമാതിരി എന്താണ് ബാറ്ററി ഇടണം. അതുമാതിരി കുറേ കാര്യം സെറ്റിംഗ് ചെയ്യാണ്ട്. ഇതിൽ 2 സ്ലോട്ടാണുള്ളത്. 2 സ്ലോട്ട് പറഞ്ഞാൽ ഒന്ന് SD കാർഡ് സ്ലോട്ട്, ഇതാണ് SD കാർഡ് സ്ലോട്ട്. പിന്നെ ഇത് സിം കാർഡ് സ്ലോട്ട്. കാരണം എന്താ വെച്ചാൽ സിം ഇപ്പം ഞാൻ തൽക്കാലത്തിന് ഇടില്ല, കാരണം എൻ്റെ സിമ്മൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സിം ഇടില്ല. പിന്നെ SD കാർഡ് ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഇടുന്നുണ്ട്, കാരണം ഈ വാച്ചിലൊന്നുമില്ല. അപ്പോൾ SD കാർഡ് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. അവിടെ ചെറിയ ടൈറ്റ് ഉണ്ടാവും, ചിലപ്പോൾ എന്തായാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേമാതിരി ബാറ്ററി ഇടണമെങ്കിൽ അതിൻ്റെ മെത്തേഡ് അതൊക്കെ നോക്കി വെച്ച് വേണം ഇടാൻ. അങ്ങനെ ഇങ്ങനെ ഇട്ടാൽ പിന്നെ ടൈറ്റ് ആവും, പിന്നെ എടുക്കാൻ കുറച്ച് പണിയാവും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, നല്ല ടൈറ്റ് ഉണ്ട്. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കിയാൽ നമ്മൾ ബാറ്ററി ഉരുകൊണ്ടാണ് തോന്നുന്നത്. ടൈമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈം ഡേറ്റ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളിപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ കോളുണ്ട്, അത് ഓഫാക്കിയിട്ട് നമ്മളൊന്നും ചെയ്യാനിട്ടാം. കോളുണ്ട്. കോളിപ്പോൾ തൽക്കാലം ഞാൻ സിമ്മില്ലാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അത് വർക്കാവില്ല. ഇനി എന്താണ് ഇൻബോക്സ് മെസ്സേജസ്, അത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കോണ്ടാക്ട്സ് നമ്മൾ സിമ്മ് മാറ്റിയിട്ടാൽ മതി. കോണ്ടാക്ട്സ് വർക്കാവുള്ളൂ, അല്ലാതെ ഒരിക്കലും വർക്കാവില്ല. പിന്നെ മെനുവിലുള്ള എന്താ വെച്ചാൽ കോണ്ടാക്ട്സ്, കോള്, മെസ്സേജ്, ഫയൽ മാനേജർ, മ്യൂസിക്, വോയിസ്, ക്യാമറ, ഗാലറി, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഫസ്റ്റ് മെനുവിലുള്ളത്. പിന്നെ ബ്ലൂടൂത്ത്, റിമൈൻഡർ, സ്ലീപ്പ് ടൈമർ, അലാറം, സെറ്റിങ്സ്, കാൽക്കുലേറ്റർ, സ്റ്റോപ്പ് വാച്ച്, കലണ്ടർ. പിന്നെ ക്രോം ഉണ്ട്, ട്വിറ്റർ, ഫേസ്ബുക്ക്. പിന്നെ ബാർകോഡ് ഉണ്ട്. ആ ബാർകോഡ് നമ്മൾ ഫോൺ വെച്ച് കണക്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു. പിന്നെ വാട്സപ്പാണ് ഉള്ളത്. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും സിം കാർഡ് ഇടണം എന്നാണ് പറയുന്നത്. ഇനി ഞാൻ എന്താണ് ക്യാമറ പറഞ്ഞു തരാം. ക്യാമറയിൽ എന്താ വെച്ചാൽ ഈ വെബ് ക്യാമറ മാത്രമായാണ് യൂസ് ആക്കാൻ പറ്റുള്ളൂ, അതിന് യൂസ് ആക്കാം. പിന്നെ അതേമാതിരി വീഡിയോ വർക്കാവൂല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്യാമറന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമ്മൾ ക്യാമറന്റെ ക്ലാരിറ്റി ഒക്കെ നോക്കണം. അവിടെ ഉണ്ട് ക്യാമറ, അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമ്മൾ കാണണി വേറെ മോഡലൊക്കെ കാണും, അത് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്യാമറ അങ്ങനെ നോക്കുന്നത്, ഏത് പൊസിഷനിലാണ് നോക്കി വേണം. നമുക്ക് ക്യാമറ അത്ര മനസ്സിലായിട്ടില്ല, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ കാണിച്ച് നോക്കുന്നത്. നമ്മൾ ഇതിലുള്ളൊരു പാട്ട് വർക്ക് ചെയ്തിട്ട് നോക്കുന്നത്. ഇപ്പം എന്താ അറിയില്ല, നമുക്ക് പെട്ടെന്ന് ലോഡ് ആവുന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഫയൽ മാനേജർ കൂടി പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അടുത്തുള്ള SD കാർഡിലുള്ള പാട്ട് തന്നെ കേൾക്കാം. അപ്പം ഞാൻ എൻ്റെ മെമ്മറി കാർഡിലുള്ള പാട്ടാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത്.
കേട്ടോ ഇതുള്ളത് സൗണ്ടിൻ്റെ സൗണ്ടൊന്നും കുഴപ്പമില്ല, സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കൂടുതൽ ആൾക്കാരുള്ളവർക്ക് പോയി കേട്ടിട്ട് ഒരു കാര്യമില്ല, കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പം നമ്മൾ നല്ല സുഖമാണ് ഇതിൽ നമ്മൾ മാറ്റാനൊക്കെ. പിന്നെ ഞാൻ ഫോട്ടോസിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാലറി കൂടി പോയാലും ഒരിക്കലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം അത് സ്ലൈഡ് ചെയ്യാനൊക്കെ കുറച്ച് വേണ്ട. നിങ്ങൾ നല്ലത് നിങ്ങൾ ഫയൽ മാനേജറിൽ കൂടി പോയിട്ട് നിങ്ങളെ ഫോട്ടോ കാണാനാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ സാധാരണ സ്ലൈഡ് ചെയ്യാൻ അതിന് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനെക്കാട്ടി നല്ലത് അവിടെ നമ്പർ ഉണ്ടായിട്ട് 2 ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്കിൻ്റെ മാറ്റുന്നതാണ് നല്ലത്. എൻ്റെ അടുത്തുള്ള കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ വീഡിയോ ഫോർമാറ്റ് ചില വീഡിയോ ഫോർമാറ്റ് മാത്രമേ ഇതിൽ വർക്കാവുള്ളൂ. ഈ ഏതൊക്കെ ഉള്ളതെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അത് നിങ്ങൾ ഇനി കിട്ടിയാൽ നിങ്ങളുടെ അടുത്തുള്ള ഫോർമാറ്റ് എൻ്റെ അടുത്ത് MP4 ആയതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിൽ എന്തൊക്കെയുള്ള വെച്ചാൽ കാൾ സെറ്റിങ്സ്, ഫോൺ സെറ്റിങ്സ്, ഡിസ്പ്ലേ, സെക്യൂരിറ്റി, പ്രൊഫൈൽ, കണക്ഷൻസ്, അങ്ങനെ കുറച്ച് ആണ് സെറ്റിങ്സിലുള്ളത്. പിന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നെറ്റ് വേണം. അപ്പോൾ അതിന് സുഖമാണ് സാധനം. ഇനി സംഭവം പറയാനുള്ളത് നമ്മൾ ക്ലോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പറയാനുള്ളത്. അപ്പോൾ ക്ലോക്ക് പറഞ്ഞാൽ 3 തരമാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് ഏത് ഇതിലാച്ചാലും അങ്ങനെ ആക്കി വെക്കാം, കാരണം പെട്ടെന്ന് സമയം ഒക്കെ അറിയണമെങ്കിലൊക്കെ ഒന്നും കുഴപ്പമില്ല. പിന്നെ അഥവാ നമുക്ക് മറ്റേ സ്ക്രീൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കിട്ടിയത് നല്ല പ്രസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ മാത്രം നമുക്ക് മറ്റേ മെനുവിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ചും കൂടി കാര്യം പരിചയപ്പെടുത്താൻ പറഞ്ഞു. നമ്മൾ ബാറ്ററി കാര്യങ്ങൾ അവിടെ കാണിക്കും, ചാർജ് കുറവാണെന്ന്. സിഗ്നൽസ് ഒക്കെ അവിടെ കാണിക്കാം. ഇനി നമുക്ക് പവർ ഇതാണ് ചാർജിങ് കോഡ്. ഇത് നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു. കാരണം ഇതെന്താ വെച്ചാൽ ഇത് നമ്മളെ അടുത്ത് ചില ആളൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറ്റേ നീളം കൂടിയ വയറുണ്ടാവും, നമുക്കത് യൂസ് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വയർ മാത്രമേ നിങ്ങൾക്ക് സുഖം മറ്റേ വയർ യൂസ് ചെയ്യാനാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിന് മേഡിനൊന്നും പറയുന്നില്ല, കമ്പനി ഒന്നും പറയുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ഇതിന് കളേഴ്സാണ്. 6 കളറാണ് ഇതിലുള്ളത്. ഒന്ന് ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡ്, ബ്ലൂ, സിൽവർ, റെഡ്, അങ്ങനെ 6 കളറിലാണ് ഈ സ്മാർട്ട് വാച്ച് ആമസോണിലുള്ളത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. എനിക്ക് ആ കളർ ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു 849 രൂപയാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു വാച്ചിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി എൻ്റെ വേറെ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോസ് മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഏത് വീഡിയോ എപ്പോൾ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ ടെക്നിക്കലാവാം, ഫുഡാവാം, എന്തുമായിട്ടുമാവാം. അതുവരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നുണ്ടാവും. ബൈ ബൈ.